നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ബിസിനസ് സ്റ്റഡീസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മലയാളത്തിൽ അടുത്ത ഒരു പാഠവുമായിട്ട് കടന്നു വരികയാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു ഏൺ മാർക്സ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഏൺ മാർക്സിന്റെ പൊളിറ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മള് പ്രൈസിങ് പറഞ്ഞു അല്ലെ. രണ്ടാമത്തെ എലമെന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സിലെ രണ്ടാമത്തെ എലമെന്റ് ആയിട്ടുള്ള പ്രൈസിനെ പറ്റിയിട്ട് പറഞ്ഞു. പ്രൈസ് എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ അഫക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ മെത്തേഡ് ഓഫ് പ്രൈസിങ്, ഏതൊക്കെ മെത്തേഡ് ഓഫ് പ്രൈസിങ് ആണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ എലമെന്റ് ആണ്, പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഒരു ഉൽപ്പന്നത്തിനെ കസ്റ്റമർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക, അതിനെയാണ് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫർദർ ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെ. ഫർദർ ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഫർദർ ബാഡ് ഡെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്. ഫർദർ ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എങ്ങനെയാണ് നോക്കൂ. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. എന്താ എൻട്രി വരുന്നത്? ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അങ്ങനെയായിരിക്കും എന്ത് വരിക, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരിക. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇന്ന് നാലാമത്തെ ചാപ്റ്റർ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ. എന്താണ് ഈ മേജർ പൊളിറ്റിക്കൽ തിയറീസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ 3 സിദ്ധാന്തങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് ലിബറലിസം, രണ്ടാമത്തെ മാർക്സിസം, മൂന്നാമത്തെ ഗാന്ധിസം അല്ലെ. അതായത് ലിബറലിസത്തിൽ എന്താണ് പറയുന്നത്, മാർക്സിസത്തിൽ എന്താണ് പറയുന്നത്, ഗാന്ധിസത്തിൽ എന്താണ് പറയുന്നത്, അതാണ് മെയിൻ ആയിട്ട്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ഡിഫൈൻ ലിബറലിസം. ലിബറലിസത്തെ കുറിച്ച് എന്ത് ചെയ്യുക, വിശദീകരിക്കുക. എന്താണ് ഈ ലിബറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഴയ കാലത്തിന് ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന ഒരാളായിരുന്നു MT വാസുദേവൻ നായർ. വലിയ പ്രതാപത്തിലുള്ള തറവാട് ആയിരുന്നു എങ്കിലും ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പകാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭാഗത്ത് ദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വിഷമം. മാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. ഏൺ മാർക്സ്, യുവർ പെർഫെക്റ്റ് ലേണിംഗ് പാർട്ട്ണർ.